വന്നിട്ട് നമ്മളൊരു ഫുഡ് വെയർ ഹോൾ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ AJIOയിൽ നിന്ന് അണ്ടർ 1000 കുറച്ച് ഫുഡ് വെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഷൂസും സാൻഡൽസും അതുപോലുള്ളതൊക്കെ. അപ്പം നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചെരുപ്പ് ഇങ്ങനെ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു മെഷർമെന്റ് എടുക്കുന്നില്ലേ, ആ രീതി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു എക്സൈറ്റിംഗ് ഫുഡ് വെയർ ഹോൾ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ആദ്യം ഞാൻ എങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ സപ്പോർട്ടിന്റെ കറക്റ്റ് മെഷർമെന്റ് എങ്ങനെയാണ് എടുത്തത്, അതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ഈ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഏത് സൈസ് ചൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു പേപ്പറിൽ നമ്മുടെ കാലിൽ പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ തള്ളവിരലിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് പെൻസിൽ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പൂറ്റിയുടെ സൈഡിലും ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് C ഷേപ്പിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സ്കെയിൽ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ആ ഹയസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ വരച്ച ആ 2 സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം 22.2 സെൻറ്റിമീറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെങ്ത്ത് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഒരു സൈസ് ചാർട്ട് എന്തായാലും കാണും ചെരുപ്പിൻ്റെ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഫുട്ട് ലെങ്താണ് നമ്മൾ ഈ സെൻറ്റിമീറ്ററിൽ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ മെഷർ ചെയ്ത അനുസരിച്ച് എൻ്റെ കറക്റ്റ് സൈസ് വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി 36 ആയിരിക്കും എനിക്ക് ചേരുന്നത്. അതായത് UK സൈസ് 3 ആണ്. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ ചെരുപ്പ് അനുസരിച്ചും ഈ ഒരു സെൻറ്റിമീറ്ററിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കാലുമായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് ഏതാണോ വരുന്നത് ആ ഒരു ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ 36ഉം 37ഉം കൈൻഡ് ഓഫ് ഓക്കെ ആയിരിക്കും എൻ്റെ കാലിൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പർച്ചേസ് വന്നിട്ട് യൂണിക്കസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു പോയിൻറ്റഡ് ഹീൽസ് ആണ്. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ബക്കിൾ ക്ലോഷർ ആണുള്ളത്. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാം, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണ്. പോയിൻറ്റഡ് ഹീൽസ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾവേസ് സ്റ്റൈലിഷ് ആണ്. ഇതിനൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ടൈ ആണ്. അത് നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്നതായിട്ട് തോന്നി. പിന്നെ ഇത് വന്നിട്ടൊരു ഗ്ലോസി ഫിനിഷാണ്, അത്ര ഒരു മാറ്റ് ഫിനിഷ് അല്ല. അത്യാവശ്യം നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ഇടാം, അതുപോലെ തന്നെ ജീൻസ് ടോപ്പ് വെയർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം, പിന്നെ നമുക്ക് പലാസോ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം. അങ്ങനെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഓൾമോസ്റ്റ് പോകുന്ന ടൈപ്പാണ് നമ്മുടെ ഈ ഒരു പോയിൻറ്റഡ് ഹീൽസ്. നല്ല രസമുണ്ടല്ലേ. ആ ഒരു കളർ വന്നിട്ട് ഒരു പീച്ചി കളർ വേണമെങ്കിൽ പറയാം. ഒരു പീച്ചി ടോണാണ്, നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോവുകയും ചെയ്യും. ഇതിൻ്റെ വേറെ ടോൺസും അവൈലബിൾ ആയിരുന്നു, ലൈക്ക് ബ്ലൂ കളറ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. ഇതാകുമ്പം ഓൾമോസ്റ്റ് ഓൾ ഡ്രസ്സിലൂടെ പോകും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്തത്. ഞാൻ വന്നിട്ട് ഈ ഒരു ചെരുപ്പിൻ്റെ 37 സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു വെഡ്ജ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഷൂസാണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രേ കളറാണ്, വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിയത് 36 ആണ്, 36 സൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഹീല് കണ്ടില്ലേ, നമുക്കിത് പെട്ടെന്ന് ഇട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും സ്റ്റൈലിഷാണ്. പിന്നെ പലാസോസ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സാൻഡൽ ഷൂ ആണ്. സലീവിയോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. കണ്ടോ, ഇതിൻ്റെയും വേറെ കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വന്നിട്ട് ഗ്രേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാൻഡലിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു സ്ലിപ്പ് ഓൺ വെഡ്ജാണിത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ വീഴത്തോ ഒന്നുമില്ല, അങ്ങനെ മറിഞ്ഞു പോവോ എന്നൊന്നും പേടിക്കണ്ട. എന്നാൽ പക്ഷേ ഹീലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പോയിൻറ്റഡ് ഹീൽസൊക്കെ ഇടാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷൂസാണ്. നിങ്ങൾക്ക് ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ഇടാൻ, ലോങ് ആയിട്ടുള്ള ഡ്രസ്സസ് ഗൗൺസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഷൂസാണിത്. അപ്പോൾ അടുത്ത് നമ്മുടെ വന്നിട്ടൊരു അടിപൊളി ആനിമൽ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സാൻഡലാണ്. വന്നിട്ടൊരു ചങ്കി ഹീൽസ് ആണ്, ഒരു ബ്ലോക്ക് ടൈപ്പ് ഓഫ് ഹീലാണ്. കണ്ടില്ല, ഇത് വന്നിരിക്കുന്നത് ഒരു ക്ലോത്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വന്നിട്ട് ഞാൻ 38 ആണ് എടുത്തത്. അതായത് UK സൈസ് വന്നിട്ട് 5.5 ആണ്. എനിക്കിത് കുറച്ചൊന്ന് വലുതാണ്, പക്ഷെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ബക്കിൾ ഞാൻ കാണിച്ചു തരാം. അത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഊരാൻ പറ്റും. കണ്ടോ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ ഒരു മിനിറ്റ്, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കൊളുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആംഗിളിൻ്റെ അവിടെ ഇങ്ങനെ ഇത് ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ലൂസാണ്, സ്ലിപ്പായി പോകുന്നു അങ്ങനെ ഒന്നുമില്ല. നല്ല കംഫർട്ടബിളാണ്. ഒരുപാട് ഹീൽസ് ഒന്നുമില്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹീലാണ് ഇതിന്. പിന്നെ ആനിമൽ പ്രിൻറ്റ് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാം, നല്ല സ്റ്റൈലിഷാണ്. ഇപ്പോഴത്തെ ട്രെൻഡുമാണ് ഈ ആനിമൽ പ്രിൻറ്റ്സ് വരുന്നുള്ള ചപ്പൽസൊക്കെ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ ഇടാം, പിന്നെ അതുപോലെ ലെഗിൻസ് ടോപ്പിൻ്റെ കൂടെ ഇടാം, പിന്നെ അതുപോലെ വന്നിട്ട് നമ്മുടെ പലാസോ പാൻസ് അങ്ങനെയുള്ളതിനോടെല്ലാം ഒത്തുപോകുന്ന ടൈപ്പാണ്. ഞാൻ പറഞ്ഞു ആനിമൽ പ്രിൻറ്റ് ഇപ്പോഴത്തെ ട്രെൻഡാണ്.
സോ അപ്പം ഞാനിത് കാത്തിരുന്ന് വാങ്ങിച്ചൊരു ചപ്പലാണ്. ഇത് വന്നിട്ട് MFT കോഷർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സ്റ്റൈലിഷ് എലഗൻറ്റ് പീസാണ്. അടുത്തൊരു സ്റ്റൈലിഷ് എലഗൻറ്റ് പീസാണ്. ഇത് വന്നിട്ട് യൂണിക്വസ്റ്റിൻ്റെ ഒരു ഡെയിലി വെയർ ടൈപ്പായിട്ടുള്ള ഒരു എന്താ പറയുക ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. സ്ട്രാപ്പൊക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. കുറച്ച് നമുക്ക് എന്താ ഡെയിലി പെട്ടെന്ന് നമുക്ക് അപ്പുറത്തെ കടയിലോട്ട് പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇടാൻ പറ്റിയ ഒരു ചെരുപ്പാണ്. ഇത് വന്നിട്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ പോകും. നല്ല കംഫർട്ടബിൾ ആണ്. ഇത് വന്നിട്ട് അങ്ങനെ ഹിപ്പ് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ കാല് മുട്ടുവേദനയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ പെട്ടെന്ന് ഒരു ഈസി ഗോ ടൈപ്പ് ചെരുപ്പാണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ്. ഞാൻ 1-2 വട്ടം ഇട്ട് പുറത്ത് പോയിട്ടുണ്ട്. എല്ലാ ചെരുപ്പും വരണമല്ലോ ഹോൾ വീഡിയോ എടുക്കാൻ വേണ്ടി. ആ ഒരു ഗ്യാപ്പിൽ ഇത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ 36 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് സൂപ്പർ കംഫർട്ടബിൾ ആണ്. നമുക്ക് അത്യാവശ്യം എന്താ പറയുക ബലമുള്ള സ്ട്രാപ്പാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴും അങ്ങനെ പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു എലഗൻറ്റ് പീസാണ്. വെയ്റ്റ്ലെസ് ആണ്. ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല. വന്നിട്ട് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പാണ് ഈ ചെരുപ്പ്. ബ്ലാക്ക് പിന്നെ എന്നിട്ടൊരു റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ പല ഡിഫറെൻറ്റ് കളറുണ്ട്. ഈ സ്ട്രാപ്പിൻ്റെ കളർ പലതായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട്. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. അതാകുമ്പോൾ അഴുക്ക് പറ്റിയാലും വലുതായിട്ട് അറിയത്തില്ല. ഇത് വന്നിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും. ഒരു ഡെയിലി വെയർ ടൈപ്പാണ് ഈ ഒരു ചപ്പൽ വന്നിട്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ ഒരു ചെരുപ്പിൻ്റെ വിശേഷങ്ങൾ. അടുത്ത ചെരുപ്പ് ഏതാണെന്ന് നോക്കാം. അടുത്ത് വന്നിട്ട് ഇതേ ഒരു ഫ്ലാറ്റ് ഹീൽസ് ആണ്. ഇത് നമുക്ക് നേരത്തെ ചെരുപ്പ് പോലെ തന്നെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ചപ്പലാണ്. ഇതിൻ്റെ ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് കാലിൻ്റെ അടിയിൽ എന്താ ഒരു നല്ലൊരു സുഖമാണ് ഇടുമ്പോൾ. വന്നിട്ട് നല്ലൊരു എലഗൻറ്റ് ഡിസൈൻ ഉണ്ട്. അത് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. അപ്പോൾ എന്താ പറയുക ഒരു കുറച്ച് ട്രെൻഡിയാണ്. ഇപ്പോൾ ഹീൽസ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇടാൻ പറ്റിയ ഫ്ലാറ്റാണ്. ഫ്ലാറ്റ്സും ഫ്ലാറ്റ് ഹീൽസ് ടൈപ്പ് ഇതുപോലത്തെ ഫ്ലാറ്റ് ഹീൽസ് ടൈപ്സും ഇപ്പോൾ ട്രെൻഡിലുള്ളതാണ്. ഇപ്പോഴും നല്ല കുറേ നാളുകൊണ്ടേ ഇത് ട്രെൻഡിലുള്ളതാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഫ്ലാറ്റ് ഹീൽസ് വലുതായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലാറ്റ് ഹീലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് ഹീൽ. പക്ഷേ എനിക്കിത് നല്ല കംഫർട്ടബിൾ ആണ്. ഇത് വന്നിട്ട് സൈസ് 4 ആണ് ഞാൻ വാങ്ങിച്ചത്. അത് UK സൈസ് 4. അങ്ങനെ നമ്മൾ അത് സൈസിന് ഞാൻ മെഷർമെൻറ്റ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിച്ചത്. ഇത് കറക്റ്റാണ് എൻ്റെ കാലിന് വന്നിട്ട്. നമുക്ക് എന്താ പറയുക ജീൻസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഒത്തുപോകുന്ന ഒരു ടൈപ്പാണ്. ചുരിദാറിൻ്റെ കൂടെ ഒന്നും ഇത് അത്ര അങ്ങനെ മാച്ച് ആവില്ല. പിന്നെ നമ്മുടെ കംഫർട്ടബിൾ ഏതാണോ ആ ഒരു ചെരുപ്പാണല്ലോ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇടാം. കൂടുതൽ ഇത് ജീൻസ് പിന്നെ ഡ്രസ്സസ് ഷോർട്ട് മിനി ഡ്രസ്സസ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു എലഗൻറ്റ് പീസാണ് ഈ ഒരു സാൻഡൽസ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സ്ലിപ്പ് ഓൺ സാൻഡൽസ് വന്നിട്ട്. അപ്പോൾ അടുത്ത് വന്നിട്ട് ഇതേ ഈ ഒരു പച്ചയും വെള്ളയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ചെരുപ്പാണ്. അപ്പോൾ ഈ ഒരു ചെരുപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഹീലാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഹീലിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട് ഒരു ഫ്ലാറ്റ് എന്തോ ഒരു പ്രത്യേക ഷേപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഇത് എന്തായാലും വാങ്ങിക്കുമെന്ന്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഏരിയ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ട്രാൻസ്പെറൻ്റ് ആണിത്. ഇതൊരു ട്രാൻസ്പെറൻ്റ് ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചപ്പൽ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഇതൊരു പൊടിക്ക് എനിക്ക് വലുതാണ്. ഇതിൻ്റെ കമ്പനി വന്നിട്ട് മേവൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് 37 ആണ്. ഒരു പൊടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഇത്തിരി വലുതാണ്. 36 ആയിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിരുന്നേനെ. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു ചപ്പലാണ്. ഇവിടെ വന്നിട്ട് എന്തോ ഒരു ക്ലോത്ത് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് അകത്തൊരു സ്പോഞ്ച് പോലെ എന്തോ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ പല പല കളറുകൾ ഉണ്ടായിരുന്നു. ബ്രൗൺ ആൻഡ് ഗോൾഡൻ വരുന്നുണ്ട്, ബ്ലൂ ആൻഡ് ടർക്കോയ്സ് ബ്ലൂ ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ അതിലൊന്നും എൻ്റെ ടൈപ്പ് ആ സൈസ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 37. അപ്പോൾ ഇത് അത്യാവശ്യം ഒരുപാട് ഹൈ ഹീൽഡ് ഒന്നും അല്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഹീലാണ്. ഇപ്പം നമുക്ക് എന്താ പറയുക ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം, ചുരിദാറൊക്കെ ഇടുമ്പോൾ ഇടാം, പിന്നെ എന്താ ലെഗിൻസ് ടോപ്പൊക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു സ്റ്റൈലിഷ് പീസാണ്. ഇതിൻ്റെ പ്രത്യേകത എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. ട്രാൻസ്പെറൻ്റ് ആണിത്. നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭംഗി കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഇതിട്ട് കഴിയുമ്പോൾ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു കുട്ടി ഫുട്വെയർ മിനി ഹോൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ഹോൾ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ തന്നെ എടുക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ശ്രുതി.